എല്ലാ സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2018 ഒക്ടോബറിൽ നടന്ന കേടെറ്റ് കാറ്റഗറി 4 പരീക്ഷയുടെ സൈക്കോളജിയാണ്. സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് ചോദ്യങ്ങൾ പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യം: സമ്മാനങ്ങൾക്ക് വേണ്ടി മാത്രം രക്ഷിതാക്കളെയും അധ്യാപകരെയും അനുസരിക്കുന്ന പ്രണവ് കോൾബർഗിന്റെ സിദ്ധാന്തമനുസരിച്ച് ഏതു ഘട്ടത്തിലാണ്? സമ്മാനങ്ങൾക്ക് വേണ്ടി മാത്രം രക്ഷിതാക്കളെയും അധ്യാപകരെയും അനുസരിക്കുന്ന പ്രണവ് കോൾബർഗിന്റെ സിദ്ധാന്തമനുസരിച്ച് ഏതു ഘട്ടത്തിലാണ്? എ. പ്രീ കൺവെൻഷനൽ മൊറാലിറ്റി, ബി. കൺവെൻഷനൽ മൊറാലിറ്റി, സി. പോസ്റ്റ് കൺവെൻഷനൽ മൊറാലിറ്റി, ഡി. ഓട്ടോണമസ് മൊറാലിറ്റി. ആൻസർ എ ആണ്, പ്രീ കൺവെൻഷനൽ മൊറാലിറ്റി. രണ്ടാമത്തെ ചോദ്യം: ഒരു പാഠഭാഗത്ത് നിന്നും പഠിക്കേണ്ട എല്ലാ ആശയങ്ങളും ഉൾക്കൊള്ളുന്ന ആമുഖമായി കൊടുക്കുന്ന വാചകങ്ങളെ അറിയപ്പെടുന്നത്? ഒരു പാഠഭാഗത്ത് നിന്നും പഠിക്കേണ്ട എല്ലാ ആശയങ്ങളും ഉൾക്കൊള്ളുന്ന ആമുഖമായി കൊടുക്കുന്ന വാചകങ്ങളെ അറിയപ്പെടുന്നത് ഇൻട്രൊഡക്ടറി സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് എൻകോംപാസസ് all the concepts to be learned from the lesson is known as a concept map, b. learning ഘടന അഥവാ learning structure, c. advanced organizer, d. വൈജ്ഞാനിക ഘടന അഥവാ cognitive structure. ആൻസർ സി ആണ്, advanced organizer. മൂന്നാമത്തെ ചോദ്യം: കൂടുതൽ അറിവ് നേടാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്ന ഒരു വിദ്യാർത്ഥിക്കുള്ളത്? കൂടുതൽ അറിവ് നേടാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്ന ഒരു വിദ്യാർത്ഥിക്കുള്ളത് എ സ്റ്റുഡന്റ് ഹു സ്ട്രൈവ്സ് ടു അച്ചീവ് മോർ നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഈസ് പൊസസിംഗ് എ. ആത്മസാക്ഷാത്കാരം, സെൽഫ് ആക്ച്വലൈസേഷൻ, ബി. അഭാവ ആവശ്യം, ഡെഫിഷ്യൻസി നീഡ്സ്, സി. വളർച്ച ആവശ്യം, ഗ്രോത്ത് നീഡ്സ്, ഡി. പഠന ആവശ്യം, ലേണിംഗ് നീഡ്സ്. ആൻസർ സി ആണ്, വളർച്ച ആവശ്യം, ഗ്രോത്ത് നീഡ്സ്. നാലാമത്തെ ചോദ്യം: ഗുരുതരമായ ശാരീരിക വൈകല്യങ്ങൾ നിമിത്തം വിദ്യാഭ്യാസ പ്രകടനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു കുട്ടിയുടെ വൈകല്യമാണ്? ഗുരുതരമായ ശാരീരിക വൈകല്യങ്ങൾ നിമിത്തം വിദ്യാഭ്യാസ പ്രകടനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു കുട്ടിയുടെ വൈകല്യമാണ് എ. ഓർത്തോപീഡിക് വൈകല്യം അഥവാ ഓർത്തോപീഡിക് ഡിസാബിലിറ്റി, ബി. ഇന്ദ്രിയ വൈകല്യം, സെൻസറി ഡിസാബിലിറ്റി, സി. നാഡീ വൈകല്യം, ന്യൂറൽ ഡിസാബിലിറ്റി, ഡി. മാനസിക വൈകല്യം, മെന്റൽ ഡിസാബിലിറ്റി. ആൻസർ എ ആണ്, ഓർത്തോപീഡിക് വൈകല്യം അഥവാ ഓർത്തോപീഡിക് ഡിസാബിലിറ്റി. അഞ്ചാമത്തെ ചോദ്യം: കൗമാര കാലഘട്ടത്തിൽ വ്യക്തികളുടെ ചിന്തകൾ അവനവന്റെ വ്യക്തിത്വം തിരിച്ചറിയുന്നതിലേക്ക് നയിക്കപ്പെടുന്നു എന്ന് പറഞ്ഞത് ആരാണ്? കൗമാര കാലഘട്ടത്തിൽ വ്യക്തികളുടെ ചിന്തകൾ അവനവന്റെ വ്യക്തിത്വം തിരിച്ചറിയുന്നതിലേക്ക് നയിക്കപ്പെടുന്നു എന്ന് പറഞ്ഞത് ആരാണ്? Who describes adolescence as the stage of life in which the individual's thoughts lead him to identify his self? Answer A. Sigmund Freud, B. Abraham Maslow, C. Jean Piaget, D. Erik Erikson. Answer D. Erik Erikson. ആറാമത്തെ ചോദ്യം: കുട്ടികളുടെ ആകാംക്ഷയെ ചൂഷണം ചെയ്തുകൊണ്ട് തന്റെ ക്ലാസുകൾ രസകരമാക്കാൻ അധ്യാപിക ശ്രമിക്കുന്നു. ഇവിടെ അധ്യാപിക ഉപയോഗിക്കുന്നത് കുട്ടികളുടെ ആകാംക്ഷയെ ചൂഷണം ചെയ്തുകൊണ്ട് തന്റെ ക്ലാസുകൾ രസകരമാക്കാൻ അധ്യാപിക ശ്രമിക്കുന്നു. ഇവിടെ അധ്യാപിക ഉപയോഗിക്കുന്നത് എ ടീച്ചർ എക്സ്പ്ലോയിറ്റ്സ് ദ ക്യൂരിയോസിറ്റി ഓഫ് സ്റ്റുഡൻസ് and tries to make his lessons more interesting to students. Here the teacher is using a ആന്തരിക പ്രേരണ, intrinsic motivation,
ബി ബാഹ്യ പ്രേരണ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ, സി ആന്തരികവും ബാഹ്യവുമായ പ്രേരണ ബോത്ത് ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ, ഡി രണ്ടുമല്ല അഥവാ നൈദർ ഇൻട്രിൻസിക് നോർ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. ആൻസർ എ ആണ്, ആന്തരിക പ്രേരണ അഥവാ ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ഏഴാമത്തെ ചോദ്യം, ഗണിത വിഷയത്തിലുള്ള രാജന്റെ കഴിവുകൾ കൊണ്ട് അവൻ ഭൗതിക ശാസ്ത്രം പഠിക്കുന്നതിന് അതീവ താല്പര്യം കാണിക്കുന്നു. ഇത് ഏത് തരം പഠനം മൂലമാണ്? ഗണിത വിഷയത്തിലുള്ള രാജന്റെ കഴിവുകൾ കൊണ്ട് അവൻ ഭൗതിക ശാസ്ത്രം പഠിക്കുന്നതിന് അതീവ താല്പര്യം കാണിക്കുന്നു. ഇത് ഏതു തരം പഠനം മൂലമാണ്? രാജൻ ഈസ് വെരി പ്രൊഫിഷ്യന്റ് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് hence he is very interested in learning physics. This type of learning is due to a positive transfer of learning, b negative transfer of learning, c ശൂന്യ transfer of learning അഥവാ null transfer of learning, d bilateral transfer of learning. Answer A ആണ്, പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. ചോദ്യം നമ്പർ 8, സ്കീമുകളുടെ നിർമ്മാണ പ്രക്രിയയാണ് അറിവ് നേടൽ എന്ന് പ്രതിപാദിച്ചത് ആരാണ്? സ്കീമുകളുടെ നിർമ്മാണ പ്രക്രിയയാണ് അറിവ് നേടൽ എന്ന് പ്രതിപാദിച്ചത് ആരാണ്? നോളജ് അക്വിസിഷൻ ക്യാൻ ബി വ്യൂഡ് ആസ് എ പ്രോസസ് ഓഫ് ബിൽഡിംഗ് സ്കീമാസ്. ഹു പോസ്റ്റുലേറ്റഡ് ദിസ് തിയറി? A. Jerome S. Bruner, B. Jean Piaget, C. Lev Vygotsky, D. J.B. Watson. Answer B ആണ്, ജീൻ പിയാഷെ. സ്കീമുകളുടെ നിർമ്മാണ പ്രക്രിയയാണ് അറിവ് നേടൽ എന്ന് പ്രതിപാദിച്ചത് ജീൻ പിയാഷെയാണ്. 9, വ്യക്തികളിൽ സാമൂഹ്യ മനഃശാസ്ത്ര വികാസത്തിനു കാരണം. വ്യക്തികളിൽ സാമൂഹ്യ മനഃശാസ്ത്ര വികാസത്തിനുള്ള കാരണം എന്താണ് എന്നാണ് ചോദ്യം. സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് എമംഗ് ഇൻഡിവിജ്വൽസ് ഈസ് ഡ്യൂ ടു എ പരിശീലനം അഥവാ ട്രെയിനിങ്, ബി വ്യക്തി നേരിട്ടിട്ടുള്ള അനുഭവങ്ങൾ എക്സ്പീരിയൻസസ് ഫേസ്ഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ, സി സമൂഹത്തിന്റെ സ്വാധീനം എഫക്ട്സ് ഓഫ് ദ സൊസൈറ്റി, ഡി വ്യക്തിയുടെ വൈജ്ഞാനിക വികാസം cognitive development of the individual. Answer ഓപ്ഷൻ ബി ആണ്, വ്യക്തി നേരിട്ടിട്ടുള്ള അനുഭവങ്ങൾ എക്സ്പീരിയൻസസ് ഫേസ്ഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ. 10ാമത്തെ ചോദ്യം, ഗണിതാധ്യാപികയോടുള്ള അനിഷ്ടം കാരണം ഹൈസ്കൂൾ വിദ്യാർത്ഥിയായ അനിൽ ഗണിത വിഷയത്തോട് വിരക്തി കാണിക്കുന്നു. ഏതു നിയമമാണ് ഇവിടെ അടിസ്ഥാനമാകുന്നത്? ഗണിതാധ്യാപികയോടുള്ള അനിഷ്ടം കാരണം ഹൈസ്കൂൾ വിദ്യാർത്ഥിയായ അനിൽ ഗണിത വിഷയത്തോട് വിരക്തി കാണിക്കുന്നു. ഏതു നിയമമാണ് ഇവിടെ അടിസ്ഥാനമാകുന്നത്? എ സാമൂഹിക പെരുമാറ്റം സോഷ്യലൈസേഷൻ, ബി ഒറ്റപ്പെടൽ ഐസൊലേഷൻ, സി അവഗണന റിജക്ഷൻ, ഡി ബന്ധപ്പെടുത്തൽ അസോസിയേഷൻ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബന്ധപ്പെടുത്തൽ അഥവാ അസോസിയേഷൻ. 11ാമത്തെ ചോദ്യം, ഒരു പാഠഭാഗം പരിചയപ്പെടുത്തുമ്പോൾ ഒരു അധ്യാപിക പ്രധാനമായും ശ്രദ്ധിക്കേണ്ട വസ്തുത എന്താണ്? ഒരു പാഠഭാഗം പരിചയപ്പെടുത്തുമ്പോൾ ഒരു അധ്യാപിക പ്രധാനമായും ശ്രദ്ധിക്കേണ്ട വസ്തുത എന്താണ്? The most important factor that the teacher has to consider while introducing a lesson is A. പാഠഭാഗത്തിന്റെ ആസൂത്രണം പ്ലാനിംഗ് ദ ലെസൺ, ബി പഠനനില ബോധ്യപ്പെടുത്തൽ പ്രൊവൈഡിംഗ് ഫീഡ്ബാക്ക്, സി കുട്ടികളിൽ അഭിപ്രേരണ ഉണ്ടാക്കൽ മോട്ടിവേറ്റിംഗ് ദ സ്റ്റുഡൻസ്, ഡി പഠനോപകരണങ്ങൾ തിരഞ്ഞെടുക്കൽ സെലക്ഷൻ ഓഫ് ലേണിംഗ് എയ്ഡ്സ്. ഈ 4 ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ് എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി ആണ്, കുട്ടികളിൽ അഭിപ്രേരണ ഉണ്ടാക്കലാണ് മോട്ടിവേറ്റിംഗ് ദ സ്റ്റുഡൻസ്.
12ാമത്തെ ചോദ്യം. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഗീതയുടെ അനാരോഗ്യകരമായ സ്വഭാവങ്ങൾ കുറക്കുന്നതിന് വേണ്ടി ഒരു ചോദകം ഇല്ലാതാക്കുന്നതിലൂടെ സാധ്യമാകുന്നതിനെ അറിയപ്പെടുന്നത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഗീതയുടെ അനാരോഗ്യമായ സ്വഭാവങ്ങൾ കുറക്കുന്നതിന് വേണ്ടി ഒരു ചോദകം ഇല്ലാതാക്കുന്നതിലൂടെ സാധ്യമാകുന്നതിനെ അറിയപ്പെടുന്നത് The undesirable behavior of Geeta studying in 8th standard is reduced due to removal of a stimulus is known as removal of stimulus. അഥവാ ഒരു ചോദകം ഇല്ലാതാക്കിയിട്ട് അവളുടെ സ്വഭാവം നന്നാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് എന്താണ് വിളിക്കുക എന്നാണ് ചോദ്യം. എ. ധനാത്മക പ്രബലനം, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ബി. ഋണാത്മക പ്രബലനം, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ധനാത്മക ശിക്ഷ, പോസിറ്റീവ് പണിഷ്മെന്റ്. ഡി. ഋണാത്മക ശിക്ഷ, നെഗറ്റീവ് പണിഷ്മെന്റ്. ആൻസർ ഡി ആണ്. ഋണാത്മക ശിക്ഷ, നെഗറ്റീവ് പണിഷ്മെന്റ്. 13. ചെറിയ പൊരുത്തപ്പെടലുകളുടെയും സാമഗ്രികളുടെയും സഹായത്തോടെ പഠന വൈകല്യമുള്ള വ്യക്തികളെയും പഠിതാക്കളെയും പ്രധാന വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വിദ്യാഭ്യാസം നൽകുന്നതിനെ വിളിക്കുന്നത് ചെറിയ പൊരുത്തപ്പെടലുകളുടെയും സാമഗ്രികളുടെയും സഹായത്തോടെ പഠന വൈകല്യമുള്ള വ്യക്തികളെയും പഠിതാക്കളെയും പ്രധാന വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വിദ്യാഭ്യാസം നൽകുന്നതിനെ വിളിക്കുന്നത് disabled people of all ages and those learners with special educational needs being placed in mainstream education settings with some adaptations and resources are called A. segregation, B. integration, C. inclusion, D. accessibility. Answer B ആണ്. ഇന്റിഗ്രേഷൻ. 14. താഴെ പറയുന്നവയിൽ വളർച്ചയെയും വികാസത്തെയും സംബന്ധിച്ച് സത്യമായത് ഏതാണ്? താഴെ പറയുന്നവയിൽ വളർച്ചയെയും വികാസത്തെയും സംബന്ധിച്ച് സത്യമായത് ഏത്? Which of the following statements is true of growth and development? A. ജീവികളുടെ ചില പ്രത്യേക കാലഘട്ടത്തിലുള്ള വ്യത്യാസങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് വളർച്ചയും വികാസവും. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് കൺസ്റ്റിറ്റ്യൂട്ട് ദ ചേഞ്ചസ് ഇൻ ദ ഓർഗാനിസം ഫോർ എ സ്പെസിഫിക് സ്റ്റേജ്. ബി. വികാസം വളർച്ചയെ അപേക്ഷിച്ച് വളരെ ലളിതമായ പ്രക്രിയയാണ്. ഡെവലപ്മെന്റ് ഈസ് സെഡ് ടു ബി എ സിമ്പിൾ പ്രോസസ് ഇൻ കമ്പാരിസൺ ടു ഗ്രോത്ത്. സി. വികാസം വളർച്ചയുടെ ഒരു ഘടകം മാത്രമാണ്. ഡെവലപ്മെന്റ് ഈസ് എ സബ് സിസ്റ്റം ഓഫ് ഗ്രോത്ത്. ഡി. വികാസ നിയമമനുസരിച്ച് കുട്ടികളിലുള്ള വികാസത്തിന് ഒരു പ്രത്യേക ഘടനയുണ്ട്. The principles related to growth and development suggest a pattern on the development of children. ഇതിൽ ശരിയായിട്ടുള്ളത്, സത്യമായിട്ടുള്ളത് ഏതാണ് എന്നാണ് ചോദ്യം. അത് ഉത്തരം ഓപ്ഷൻ ഡി ആണ്. വികാസ നിയമം അനുസരിച്ച് കുട്ടികളിലുള്ള വികാസത്തിന് ഒരു പ്രത്യേക ഘടനയുണ്ട്. 15. നല്ല രീതിയിലുള്ള ക്ലാസ് നിയന്ത്രണത്തിന് ഒരു അധ്യാപികക്ക് ഉപയോഗിക്കാവുന്നത്. നല്ല രീതിയിലുള്ള ക്ലാസ് നിയന്ത്രണത്തിന് ഒരു അധ്യാപികക്ക് ഉപയോഗിക്കാവുന്നത്. ഫോർ ബെറ്റർ ക്ലാസ് റൂം കൺട്രോൾ എ ടീച്ചർ ക്യാൻ യൂസ്. എ. കുട്ടികൾക്ക് വാചികമായ ശിക്ഷ കൊടുക്കൽ. ഗിവ് സ്റ്റുഡൻസ് വെർബൽ പണിഷ്മെന്റ്. ബി. പ്രശ്നക്കാരായ കുട്ടികൾക്ക് വ്യക്തി കേന്ദ്രീകൃത ശ്രദ്ധ നൽകൽ. ഫോക്കസ് അറ്റൻഷൻ ഓൺ പ്രോബ്ലമാറ്റിക് ഇൻഡിവിജ്വൽസ്. സി. വിദ്യാർത്ഥികളുടെ നാമം പഠിക്കൽ. ലേൺ സ്റ്റുഡൻസ് നെയിംസ് ആസ് ക്വിക്ക്ലി ആസ് പോസിബിൾ. ഡി. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ അവഗണിക്കൽ. ഡിസ്റിഗാർഡ് സ്റ്റുഡന്റ് പ്രോബ്ലംസ്. ആൻസർ സി ആണ്. വിദ്യാർത്ഥികളുടെ നാമം പഠിക്കൽ. ലേൺ സ്റ്റുഡൻസ് നെയിംസ്
ആസ് ക്വിക്ക്ലി ആസ് പോസിബിൾ. ചോദ്യം 16. യഥാർത്ഥ പഠന നിലയും സാധ്യതാ പഠന നിലയും തമ്മിലുള്ള അന്തരം അറിയപ്പെടുന്നത്. യഥാർത്ഥ പഠന നിലയും സാധ്യതാ പഠന നിലയും തമ്മിലുള്ള അന്തരം അറിയപ്പെടുന്നത്. The difference between the actual learning and potential level of learning is known as A. വ്യക്തി വികാസ മേഖല, zone of individual development. B. പ്രാഥമിക വികാസ മേഖല, zone of initial development. C. സാധ്യതാ വികാസ മേഖല, zone of potential development. D. സമീപ വികാസ മേഖല, zone of proximal development. ആൻസർ D ആണ്. സമീപ വികാസ മേഖല, zone of proximal development. 17. ആൺ പെൺ കുട്ടികളിൽ കൗമാരത്തിന്റെ ആരംഭത്തിൽ കാണുന്ന പ്രകടമായ മാറ്റങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൺ പെൺ കുട്ടികളിൽ കൗമാരത്തിന്റെ ആരംഭത്തിൽ കാണുന്ന പ്രകടമായ മാറ്റങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ. വൈജ്ഞാനികം അഥവാ കോഗ്നിറ്റീവ്. ബി. ജൈവികം അഥവാ ബയോളജിക്കൽ. സി. ആന്തരിക ഘടനാപരം ഫിസിയോളജിക്കൽ. ഡി. വികാസപരം ഡെവലപ്മെന്റൽ. ആൻസർ ബി ആണ്. ജൈവികം അഥവാ ബയോളജിക്കൽ. 18. റാണിക്ക് സ്കൂളിലെ പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ സഹപാഠികളുമായി പൊരുത്തപ്പെടുന്നതിൽ വിഷമത അനുഭവപ്പെടുന്നു. ഈ സാഹചര്യം നേരിടുന്നതിന് വേണ്ട പ്രാഥമിക നടപടി എന്താണ്? റാണിക്ക് സ്കൂളിലെ പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ സഹപാഠികളുമായി പൊരുത്തപ്പെടുന്നതിൽ വിഷമത അനുഭവപ്പെടുന്നു. ഈ സാഹചര്യം നേരിടുന്നതിന് വേണ്ട പ്രാഥമിക നടപടി എന്താണ്? എ. കുട്ടിയെ ക്രിയാത്മകമായി പങ്കെടുക്കാൻ പ്രേരിപ്പിക്കുക. കുട്ടിയെ ക്രിയാത്മകമായി പങ്കെടുക്കാൻ പ്രേരിപ്പിക്കുക. എൻകറേജ് ദ സ്റ്റുഡന്റ് ഫോർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. ബി. കുട്ടിയുടെ വിഷമതകളുടെ കാരണം കണ്ടുപിടിക്കുക. ഫൈൻഡിങ് ദ കോസസ് ഓഫ് ഡിഫിക്കൽട്ടീസ്. സി. പരിഹാര ബോധന പരിപാടികൾ ആസൂത്രണം ചെയ്യുക. പ്ലാനിംഗ് റെമഡിയൽ പ്രോഗ്രാംസ്. ഡി. പരിഹാര ബോധന പരിപാടികൾ നടപ്പിലാക്കുക. യൂസിംഗ് റെമഡിയൽ മെഷേഴ്സ്. ആൻസർ ബി ആണ്. കുട്ടിയുടെ വിഷമതകളുടെ കാരണം കണ്ടുപിടിക്കുക. ഫൈൻഡിംഗ് ദ കോസസ് ഓഫ് ഡിഫിക്കൽട്ടീസ്. 19. താഴെ പറയുന്നവയിൽ വിദ്യാർത്ഥികളുടെ സർഗശേഷി വിലയിരുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും അനുയോജ്യമായ ഉപകരണം ഏതാണ്? താഴെ പറയുന്നവയിൽ വിദ്യാർത്ഥികളുടെ സർഗശേഷി വിലയിരുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും അനുയോജ്യമായ ഉപകരണം ഏതാണ്? Which of the following can be the most appropriate tool used for measuring the creativity of students? A. വാചക പൂർത്തീകരണ ശോധകം, സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്. ബി. നിരീക്ഷണം, ഒബ്സർവേഷൻ. സി. ചെക്ക് ലിസ്റ്റ്. ഡി. ഇൻവെന്ററി. ആൻസർ എ ആണ്. വാചക പൂർത്തീകരണ ശോധകം, സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്. അപ്പൊ ഈ കൂട്ടത്തിൽ കുട്ടികളുടെ സർഗശേഷി അഥവാ ക്രിയേറ്റിവിറ്റി വിലയിരുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും അനുയോജ്യമായ ഉപകരണം വാചക പൂർത്തീകരണ ശോധകം അഥവാ സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് ആണ്. 20. കുട്ടികളിൽ നല്ല ശീലം രൂപപ്പെടുത്താൻ ഉപയോഗിക്കാവുന്ന അടിസ്ഥാന സിദ്ധാന്തം അറിയപ്പെടുന്നത്. കുട്ടികളിൽ നല്ല ശീലം രൂപപ്പെടുത്താൻ ഉപയോഗിക്കാവുന്ന അടിസ്ഥാന സിദ്ധാന്തം അറിയപ്പെടുന്നത്. The basic theory in shaping of desirable behavior in students is known as A. operant conditioning. B. classical conditioning. C. social learning. D. gestalt learning. Answer option A ആണ്. ഓപ്പറന്റ് കണ്ടീഷനിങ്. 21. ദീർഘകാലത്തെ രോഗാവസ്ഥ മൂലമാണ്
പരീക്ഷയിൽ താൻ പരാജയപ്പെട്ടത് എന്ന് ന്യായീകരിക്കുന്ന ഒരു വിദ്യാർത്ഥി ഉപയോഗിക്കുന്ന പ്രതിരോധ തന്ത്രം ഏതാണ്? ദീർഘകാലത്തെ രോഗാവസ്ഥ മൂലമാണ് പരീക്ഷയിൽ താൻ പരാജയപ്പെട്ടത് എന്ന് ന്യായീകരിക്കുന്ന ഒരു വിദ്യാർത്ഥി ഉപയോഗിക്കുന്ന പ്രതിരോധ തന്ത്രം. A student justifies his failure in examinations due to the prolonged illness is using the defense mechanism. പ്രതിരോധ തന്ത്രം എന്നാൽ ഡിഫൻസ് മെക്കാനിസം. ഏതാണ് ആ കുട്ടി ഉപയോഗിക്കുന്ന പ്രതിരോധ തന്ത്രം ഏതാണ്? എ പ്രക്ഷേപണം പ്രൊജക്ഷൻ, ബി യുക്തീകരണം റാഷണലൈസേഷൻ, സി കോമ്പൻസേഷൻ, ഡി താദാത്മ്യപ്പെടൽ ഐഡന്റിഫിക്കേഷൻ. ആൻസർ ബി ആണ്, യുക്തീകരണം റാഷണലൈസേഷൻ. 22. വിദ്യാഭ്യാസ മനഃശാസ്ത്രം സയൻസ് ആണെന്ന് പറയാൻ കാരണം എന്താണ്? വിദ്യാഭ്യാസ മനഃശാസ്ത്രം സയൻസ് ആണെന്ന് പറയാൻ കാരണം എന്താണ്? എഡ്യൂക്കേഷണൽ സൈക്കോളജി ഈസ് നോൺ ആസ് എ സയൻസ് ബിക്കോസ് എ മനുഷ്യന്റെ പഠനത്തെയും സ്വഭാവത്തെയും പ്രതിപാദിക്കുന്നത് കൊണ്ട്. ഇറ്റ് ഡീൽസ് വിത്ത് ഹ്യൂമൻ ലേണിംഗ് ആൻഡ് ബിഹേവിയർ. ബി ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ അഥവാ ശാസ്ത്രീയ മാർഗത്തിലൂടെ മനുഷ്യ സ്വഭാവം പഠിക്കുന്നത് കൊണ്ട്. ഇറ്റ് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ യൂസിങ് സയന്റിഫിക് മെത്തേഡ്. സി നിരീക്ഷണത്തിലൂടെ പഠിക്കുന്ന സ്വാഭാവിക സ്വഭാവങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട്. ഇറ്റ് റിലേറ്റഡ് ടു നാച്ചുറൽ ബിഹേവിയർ സ്റ്റഡീഡ് ത്രൂ ഒബ്സർവേഷൻ. ഡി വിദ്യാഭ്യാസ മേഖലയിലുള്ള മനുഷ്യന്റെ പെരുമാറ്റത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് കൊണ്ട്. ഇറ്റ് ഡീൽസ് വിത്ത് ഹ്യൂമൻ ബിഹേവിയർ ഇൻ എഡ്യൂക്കേഷണൽ കോണ്ടെക്സ്റ്റ്. ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ശാസ്ത്രീയ മാർഗത്തിലൂടെ മനുഷ്യ സ്വഭാവം പഠിക്കുന്നത് കൊണ്ട്. ഇറ്റ് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ യൂസിങ് സയന്റിഫിക് മെത്തേഡ്. അതുകൊണ്ടാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തെ സയൻസ് എന്ന് വിളിക്കുന്നത്. 23. സ്വന്തം കഴിവുകളും പോരായ്മകളും മനസ്സിലാക്കാൻ കഴിവുള്ളതും തന്നോടും മറ്റുള്ളവരോടും ആരോഗ്യപരമായ മനോഭാവം നിലനിർത്താൻ കഴിവുള്ളതുമായ കുട്ടിയിൽ പ്രമുഖമായി കാണപ്പെടുന്നത്. സ്വന്തം കഴിവുകളും പോരായ്മകളും മനസ്സിലാക്കാൻ കഴിവുള്ളതും തന്നോടും മറ്റുള്ളവരോടും ആരോഗ്യപരമായ മനോഭാവം നിലനിർത്താൻ കഴിവുള്ളതുമായ കുട്ടിയിൽ പ്രമുഖമായി കാണപ്പെടുന്നത്. എ ചൈൽഡ് who is proficient in understanding his strengths and weaknesses and maintains a healthy attitude towards himself and others is dominant in. A യുക്തി ഗണിത ബുദ്ധി ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. ബി പാരിസ്ഥിതിക ബുദ്ധി നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്. സി വ്യക്ത്യാന്തര ബുദ്ധി ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. ഡി ആന്തരിക വൈയക്തിക ബുദ്ധി ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്. ആൻസർ ഡി ആണ്, ആന്തരിക വൈയക്തിക ബുദ്ധി ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്. 24. താഴെ പറയുന്നവയിൽ എക്സ്റ്റൻഷന് ഏറ്റവും കുറച്ച് കാരണമാകുന്ന അഭിപ്രേരണ രീതി ഏതാണ്? താഴെ പറയുന്നവയിൽ എക്സ്റ്റൻഷന് ഏറ്റവും കുറച്ച് കാരണമാകുന്ന അഭിപ്രേരണ രീതി ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് റീഇൻഫോഴ്സ്മെന്റ് ഷെഡ്യൂൾ ഈസ് ലീസ്റ്റ് എഫക്റ്റിംഗ് എക്സ്റ്റിങ്ഷൻ? എ നിശ്ചിത ഇടവേളകളിലുള്ളത് ഫിക്സഡ് ഇന്റർവെൽ. ബി നിശ്ചിത അനുപാതത്തിലുള്ളത് ഫിക്സഡ് റാഷ്യോ. സി തുടർച്ചയായുള്ളത് കണ്ടിന്യൂസ്. ഡി അനിശ്ചിത ഇടവേളകളിലുള്ളത് വേരിയബിൾ ഇന്റർവെൽസ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, അനിശ്ചിത ഇടവേളകളിലുള്ളത് വേരിയബിൾ ഇന്റർവെൽ. 25. കുട്ടികളുടെ പഠന വിഷമതകൾ വിശകലനം ചെയ്യുന്നതിന് വേണ്ടി ഒരു അധ്യാപികക്ക് ഉപയോഗിക്കാവുന്നത്. കുട്ടികളുടെ പഠന വിഷമതകൾ വിശകലനം ചെയ്യുന്നതിന് വേണ്ടി ഒരു അധ്യാപികക്ക് ഉപയോഗിക്കാവുന്നത്. ടു അനലൈസ് ദ ഡിഫിക്കൽട്ടീസ് എക്സ്പീരിയൻസ്ഡ് ബൈ സ്റ്റുഡൻസ് in learning, a teacher can use
എ സിദ്ധിശോധകം അച്ചീവ്മെന്റ് ടെസ്റ്റ്, ബി നിദാന ശോധകം ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, ബി പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ്, ഡി പ്രകടന ശോധകം പെർഫോമൻസ് ടെസ്റ്റ്. ആൻസർ ബി ആണ്, നിദാന ശോധകം അഥവാ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. 26. വൈഗോട്സ്കിയുടെ അഭിപ്രായത്തിൽ പഠിതാവിൽ ജ്ഞാനനിർമ്മിതി നടക്കണമെങ്കിൽ എന്തുതരം പഠന രീതികളാണ് കൊടുക്കേണ്ടത്? വൈഗോട്സ്കിയുടെ അഭിപ്രായത്തിൽ പഠിതാവിൽ ജ്ഞാനനിർമ്മിതി നടക്കണമെങ്കിൽ എന്തുതരം പഠന രീതികളാണ് കൊടുക്കേണ്ടത്? അക്കോർഡിംഗ് ടു വൈഗോട്സ്കി, what type of learning strategies are to be provided to the learners for constructing knowledge? എ സഹവർത്തിത പഠനം കൊളാബറേറ്റീവ് ലേണിംഗ്, ബി നേരിട്ടുള്ള പഠനം ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ, സി വ്യക്തിയാധിഷ്ഠിത പ്രൊജക്റ്റുകൾ ഇൻഡിവിജ്വൽ പ്രൊജക്ട്, ഡി സിമുലേഷൻ. ആൻസർ ഓപ്ഷൻ എ ആണ്, സഹവർത്തിത പഠനം കൊളാബറേറ്റീവ് ലേണിംഗ്. 27. പിന്നീട് പഠിച്ച കാര്യങ്ങൾ മുമ്പേ പഠിച്ച കാര്യങ്ങളെ ഓർമ്മിക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്നതിന് പറയുന്നത്. പിന്നീട് പഠിച്ച കാര്യങ്ങൾ മുമ്പേ പഠിച്ച കാര്യങ്ങളെ ഓർമ്മിക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്നതിന് പറയുന്നത്. The tendency for later learning to inhibit the recall of prior learning is called എ ആലേഖന പരാജയം എൻകോഡിംഗ് ഫെയിലിയർ, ബി റിട്രോആക്റ്റീവ് ഇൻഹിബിഷൻ, സി പ്രോആക്റ്റീവ് ഇൻഹിബിഷൻ, ഡി റിപ്രഷൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്, റിട്രോആക്റ്റീവ് ഇൻഹിബിഷൻ. 28. വിദ്യാർത്ഥികളുമായി നന്നായി ആശയവിനിമയം ചെയ്യാൻ സാധിക്കാത്ത അധ്യാപിക ചെയ്യേണ്ടത്. വിദ്യാർത്ഥികളുമായി നന്നായി ആശയവിനിമയം ചെയ്യാൻ സാധിക്കാത്ത അധ്യാപിക ചെയ്യേണ്ടത്. എ ടീച്ചർ ഹു കനോട്ട് കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി വിത്ത് സ്റ്റുഡൻസ് ഷുഡ് എ തൻ്റെ അധ്യാപനം അതേ രീതിയിൽ തുടരുക, ബി അധ്യാപന ജോലി ഉപേക്ഷിക്കുക, സി തൻ്റെ രീതികൾ വിലയിരുത്തി മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക, ഡി ആലേഖന സാമഗ്രികൾ കൊടുത്ത് അവ പറഞ്ഞു കൊടുക്കുക. ആൻസർ സി ആണ്, തൻ്റെ രീതികൾ വിലയിരുത്തി മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. ഇവാലുവേറ്റ് ഹിസ് സ്ട്രാറ്റജീസ് ആൻഡ് ട്രൈ ടു ഇംപ്രൂവ് ഇറ്റ്. 29. കുട്ടികളുടെ ഫലവത്തായ പഠനത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു അധ്യാപിക പ്രധാനമായും ഊന്നൽ നൽകുന്നത്. കുട്ടികളുടെ ഫലവത്തായ പഠനത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു അധ്യാപിക പ്രധാനമായും ഊന്നൽ നൽകുന്നത്. എ ടീച്ചർ who is more keen on effective student learning is likely to emphasize എ അനുകൂല പഠനാന്തരീക്ഷം സജ്ജമാക്കുക, ബി അച്ചടക്കം അടിച്ചേൽപ്പിക്കുക, സി മൂല്യനിർണയത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുക, ഡി കുട്ടികൾക്ക് സ്വാതന്ത്ര്യം അനുവദിക്കുക. ആൻസർ എ ആണ്, അനുകൂല പഠനാന്തരീക്ഷം സജ്ജമാക്കുക, പ്രൊവൈഡ് അപ്രോപ്രിയേറ്റ് ലേണിംഗ് എൻവയോൺമെന്റ്. എ ആണ് ഉത്തരം. 30. ചോദ്യം. താഴെ പറയുന്നവരിൽ ആരാണ് മീനിങ് ഫുൾ റിസപ്ഷൻ ലേണിംഗുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? താഴെ പറയുന്നവരിൽ ആരാണ് മീനിങ് ഫുൾ റിസപ്ഷൻ ലേണിംഗുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഹു എമംഗ് ദ ഫോളോയിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് മീനിങ് ഫുൾ റിസപ്ഷൻ ലേണിംഗ്? എ ജീൻ പിയാഷെ, ബി ലെവ് വൈഗോട്സ്കി, സി ഡേവിഡ് ഓസുബൽ, ഡി ആൽബർട്ട് ബന്ദുര. ആൻസർ സി ആണ്, ഡേവിഡ് ഓസുബൽ.